ആ സങ്കല്പങ്ങൾക്ക് ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തത് എൻ്റെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ വാത്സല്യഭാജനമായ ഷീലയാണെന്നുള്ളതിൽ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. സന്തോഷം വിമുഖമാണ്. ഒന്ന്, ഷീബയുടെ പിതാവ് പരേതനായ റഹീം ഞങ്ങൾ ആത്മസുഹൃത്തുക്കളായിരുന്നു. ആത്മസുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് നല്ല വശങ്ങളുടെ ഐക്യഭാവമുണ്ട്. അദ്ദേഹം മനുഷ്യനായിരുന്നു. അത് ചുരുക്കപ്പേരെ പറ്റി മാത്രമേ നമുക്ക് മനുഷ്യൻ എന്ന് പറയാനൊക്കൂ. എബ്രഹാം ലിങ്കണിനെക്കുറിച്ച് വാൾട്ട് വിറ്റ്മാൻ പറഞ്ഞ ഏറ്റവും പ്രശംസാപരമായ വാക്യം അദ്ദേഹം ഒരു മനുഷ്യനാകുന്നു എന്നതാണ്. അവിടെ എല്ലാം ഒതുങ്ങുന്നു. അതുപോലെ റഹീം പരേതനായ എൻ്റെ സുഹൃത്ത് മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ ചിന്തയിലും കർമ്മത്തിലും അദ്ദേഹത്തിൻ്റെ വാക്കിലും എപ്പോഴും അദ്ദേഹം മനുഷ്യനായിരുന്നു. മനുഷ്യത്വം തുളുമ്പുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ സൽഗുണങ്ങളെല്ലാം ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ഷീബ. അദ്ദേഹത്തിന് എല്ലാ നിലയിലും അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയാണ് ഷീബ. ഷീബയുടെ കർമ്മം അനുഷ്ഠിക്കുന്നതും ഷീബയുടെ സ്വകാര്യ ജീവിതത്തിലെ ദുഃഖത്തിൽ മുന്നിയതുകൊണ്ട് തന്നെയാണ്. അതതിന് പ്രചോദനമായി എന്ന് പറഞ്ഞുകൊള്ളു. നൈസർഗികമായി ഷീബയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ മധുരഭാവങ്ങൾക്ക് തൻ്റെ സ്വകാര്യ ജീവിത ദുഃഖം ഒരു പ്രേരകമായി ഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കുറേ കാലം 2-3 കൊല്ലക്കാലം ബുദ്ധിമാന്ദ്യം ബാധിച്ച ശിശുക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ പ്രേരിപ്പിച്ചത് വാസ്തവത്തിൽ ഒരു ഗ്രന്ഥമാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കുട്ടി ബുദ്ധിമാന്ദ്യം ബാധിച്ചതാണ്. ഞങ്ങൾ കോളേജിലെ പ്രൊഫസറായിരുന്നു. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കുട്ടിയെ കാണും, കളിപ്പിക്കും, പറയും. ഇതെല്ലാം പറയുമ്പോഴും മാതാപിതാക്കന്മാരുടെ വേദനയുടെ ആഴം എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഞാൻ ഷാൻ വാനിയർ എന്നൊരു ഫ്രഞ്ചുകാരൻ്റെ പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിയേ ഉള്ളൂ. അവർക്ക് ആ കുട്ടി ബുദ്ധിമാന്ദ്യം ബാധിച്ചതാണ്. അത് വളരെ സിവിയർലി റിച്ചാർഡ്. ഇതിനെ ഈ കുട്ടി അത് തിരിച്ചറിയുന്ന ഘട്ടമാണ്. ഇന്നത്തേതുപോലെ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാനൊന്നും പറ്റിയില്ല. തിരിച്ചറിയുന്ന അവരുടെ ആ ഒരു വിഭ്രാന്തിയുടെ ഘട്ടം കഴിഞ്ഞ് ഇത് ഉറപ്പിച്ചു പോയി കുട്ടിയുടെ രോഗം ഇന്നതാണ്. എന്നാൽ അതിൽ നിന്ന് മോചനമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ഭാര്യാഭർത്താക്കന്മാർ ചേർന്നിരുന്നെടുത്ത തീരുമാനം, നമ്മുടെ ഭവനം ഇനി മന്ദബുദ്ധികൾക്ക് സേവനവും പരിചരണവും പരിശീലനവും നൽകുന്ന ഒരു കേന്ദ്രമാകണം. അതൊരു ഒരു ദിവ്യമായ തീരുമാനമാണ്. അത് വേറൊരു വാക്കിൻ്റെ തന്നെ ദിവ്യമായ തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നത്. അദ്ദേഹം ഒന്ന് തിരുത്തുന്നുണ്ട്. ഇവരെ മെന്റലി റിച്ചാർഡ് ചിൽഡ്രൻ എന്ന് പറയാൻ പാടില്ല. അവർക്ക് നൽകേണ്ട പേര് ഏഞ്ചൽസ് എന്നാണ്. മാലാഖമാർ എന്ന് വിളിച്ചാണ്. മനുഷ്യബുദ്ധി കണ്ടുപിടിച്ച കാപട്യങ്ങളിൽ നിന്ന് നിർമുക്തരായി എന്നും നിഷ്കളങ്കാരന്മാക്കരായി നിറഞ്ഞ സ്നേഹത്തോടും നിഷ്കളങ്കതയോടും നമ്മൾ പെരുമാറുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഏഞ്ചൽസ് എന്നല്ലാതെ മറ്റെന്ത് പേരാണ് ആവശ്യിക്കുന്നത്? നിങ്ങൾ അതിബുദ്ധിമാനായിരിക്കാം, അത് നിങ്ങളുടെ അഴിമതിക്ക് നിങ്ങൾ ഉപയോഗിക്കും, നിങ്ങളുടെ ക്രൂരതയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നു, നിങ്ങളുടെ മേധാവിത്വത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നു, നിങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നു. ഇതൊന്നുമില്ലാതെ നിങ്ങൾ 100% സ്നേഹം നൽകിയാൽ 150% സ്നേഹം തിരിച്ചു നൽകുന്ന ഈ കുഞ്ഞുങ്ങൾ ഇവർക്ക് ഏഞ്ചൽസ് എന്നാണ് വിളിക്കേണ്ടത്. ഇത് ഷാൻബായി എന്ന ദൃഷ്ടാന്തമാണ്. ഷീബയെ സംബന്ധിച്ചിടത്തോളം ഷീബയ്ക്ക് ഇതിൽ നിന്ന് ഭിന്നമായ പല വശങ്ങളുമുണ്ട്. ഞാൻ KV സുരേന്ദ്രനാഥിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഷീല ജീവിതത്തിൻ്റെ വിഭിന്ന മേഖലകളുമായി ബന്ധപ്പെട്ട മനുഷ്യത്വത്തിൻ്റെ പ്രകാശം പ്രസരിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്. എൻ്റെ ദൃഷ്ടിയിൽ കുട്ടിയാണ്, ദൃഷ്ടിയിൽ അറിയില്ല. ഷീല കഥ എഴുതിയിട്ടുണ്ട്. ഭാഷാഭൂഷണിയിൽ അത് പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ഞാൻ കഥ വായിച്ചാലും ആരോടും അതിനെപ്പറ്റി പറയാറില്ല. ഷീബയുടെ കഥ വായിച്ചതിന് ശേഷം ഷീബയുടെ ഇന്ന ഭാഗത്ത് ഇന്ന തരത്തിൽ വന്നത് എനിക്ക് മനസ്സിലായില്ലെന്നോ എന്തോ പറയുന്നുണ്ട്, ഓർമ്മയില്ല. ഷീബ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ലേഖനമാണോ
കഥയാണോ എന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ ഷീബയുടെ രചനകൾ ഉണ്ട്. ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ച അതാണ്. പക്ഷെ അതിൽ ഷീബയുണ്ട്. ഷീബയുടെ അസാധാരണമായ സൗന്ദര്യബോധവും സെൻസിബിലിറ്റിയും പ്രസരിപ്പിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധയോടെ വായിക്കുകയാണെങ്കിൽ ഷീബ എഴുതിയിരിക്കുന്നതല്ല പ്രധാനം, എഴുതിനപ്പുറം അതിൽ തങ്ങി നിൽക്കുന്ന ഭാവഗഹനതയാണ് അതിൽ പ്രധാനം. ഷീബ വളരെ വളരെ തൻ്റെ ഹൃദയഭാവങ്ങൾ മുഴുവൻ കൈക്കുള്ളിൽ ഒതുക്കിയിട്ട് വളരെ സൂക്ഷിച്ച് പദങ്ങൾ തിരഞ്ഞെടുത്ത് പദങ്ങൾ സംയോജിപ്പിച്ച് ആവിഷ്കരിക്കുന്ന ഒന്നാണ്. അപ്പം അങ്ങനെ ഒരു വശം ഷീബയ്ക്കുണ്ട്. ഷീബയ്ക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടുവാനും സമൂഹവുമായി ബന്ധപ്പെടാനും കഴിയും. ഈ രീതിയിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകൾ വേണം, ദൈവത്തോളം നിങ്ങൾ ഞാനുമായിട്ട് എൻ്റെ അടുത്ത് വരൂ, പിന്നെ എൻ്റെ സാഹോദര്യം പങ്കുവയ്ക്കാൻ നിങ്ങളെനിക്ക് ആവശ്യമാണ്. ഇതെല്ലാം ഭിന്നമായ നമുക്കൊരു ഏകാഗീയുടെ വശവും എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതാണ് ഈ എഴുത്തെഴുതുന്നത്. നിങ്ങളുമായി ഇടപഴകുകയും നിങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുകയും എൻ്റെ വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ മുറിയിൽ ചെല്ലുന്നത് എൻ്റെ മനസ്സിൽ അനുഭവങ്ങൾ, എൻ്റെ മനസ്സിലുള്ള ദുഃഖങ്ങൾ, എൻ്റെ മനസ്സിലെ പരാതികൾ, എൻ്റെ മനസ്സിലെ അവാച്യമായ അനുഭൂതികൾ ഇതെല്ലാം താലോലിച്ചുകൊണ്ട് ധ്യാന നിമഗ്നനാകുന്നതിന് വേണ്ടിയാണ്. ഈ ഏകാന്തതയിലാണ് നാം വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതും ജീവിതത്തിൻ്റെ സമസ്യകളുമായി പലപ്പോഴും ദുഃഖാത്മകമായി സല്ലപിക്കുന്നതും. ഈ ഒരു അംശങ്ങളെല്ലാം ഷീബയുടെ വ്യക്തിത്വത്തിൽ കാണാൻ ദുഃഖാഴ്ചയോടുകൂടി തന്നെ ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷീബയുടെ ജീവിതത്തിനല്ല, ഷീബയുടെ കുടുംബത്തിനല്ല, നമ്മുടെ സമൂഹത്തിന് എന്നും ആവശ്യമായ ഒരു വ്യക്തിയാണ്. എല്ലാ മനുഷ്യരെ കുറിച്ചും അങ്ങനെ പറയാൻ സാധിക്കില്ല. അങ്ങനെ എൻ്റെ വ്യക്തിപരമല്ലാത്ത ഒരു അഭിമാനബോധം കൂടി ഈ അവാർഡ് നൽകുമ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായി ട്രസ്റ്റിനെ അഭിനന്ദിക്കുന്നു. ആൾക്കൂട്ടത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് സ്ഥലത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കഥയാണത്. കോഴിക്കോട് കിട്ടുന്നത്രയും ആൾക്കൂട്ടം ഇവിടെ കിട്ടിയില്ല, തൃശ്ശൂർ കിട്ടിയില്ല. രാഷ്ട്രീയ സമ്മേളനങ്ങൾ കിട്ടിയേക്കും സംഘടിപ്പിക്കണം. നിങ്ങൾ എറണാകുളത്താണ് നടക്കുന്നതെങ്കിൽ 15 പേരെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ പ്രയാസപ്പെടേണ്ടതായിട്ട് വരും. സ്ഥലത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണത്. അതുകൊണ്ട് എത്ര ആളുകളുണ്ട് എന്ന് നോക്കരുത്. ഇത് വളരെ വിശുദ്ധമായ ഒരു യാഗത്തിൻ്റെ പവിത്രതയുള്ള ചടങ്ങാണ്. അതിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഷീബയ്ക്ക് തൻ്റെ സേവന ചരിതം അതിൻ്റെ പൂർണ്ണവിരാമത്തിലേക്ക് നയിക്കാൻ ഇനിയും കാലമേറെയുണ്ട്. അതിലേക്ക് പടിപടിയായി നീങ്ങുന്നതിന് എല്ലാ സാഹചര്യത്തിൻ്റെയും എല്ലാ സുമനസ്സുകളുടെയും ആശീർവാദം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.